ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുകയും ഇൻഡെക്സ് 0.72% ഇടിഞ്ഞ് 22,332 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ബാങ്ക് നിഫ്റ്റി 1%, നിഫ്റ്റി IT 0.3%, മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 2% ഇടിഞ്ഞു. ഇന്ന് മേജർ സ്റ്റോക്കുകളെല്ലാം സെല്ലിംഗ് സൈഡിലായിരുന്നു. 1857ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും 409ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും കാണാൻ സാധിച്ചു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 4212 കോടിയുടെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3238 കോടിയുടെയും ബൈയിങ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഫിനാൻസ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്. സാധാരണഗതിയിൽ കഴിഞ്ഞ ഒരു മാസമായി ഫിനാൻസ് സെക്ടറിലെ പ്രമുഖ സ്റ്റോക്കുകളെല്ലാം അണ്ടർ പെർഫോം ചെയ്യുകയാണ്. ഇവിടെ ജിയോ ഫിനാൻഷ്യൽ സർവീസ് മാത്രമാണ് കഴിഞ്ഞ ഒരു മാസമായി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇന്ന് സ്റ്റോക്ക് 6.8% ഉയർന്ന് 356 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈ 359. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ സബ്സിഡറി കമ്പനിയായ ജിയോ പേയ്മെൻറ്റ് സൗണ്ട് ബോക്സ് സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. നമ്മൾ സ്റ്റോറുകളിൽ പോകുമ്പോൾ QR പേയ്മെൻറ്റിന് ശേഷം ഓഡിയോ വെരിഫിക്കേഷൻ നൽകുന്ന ഒരു ഡിവൈസാണ് സൗണ്ട് ബോക്സ്. പേടിഎം, ഫോൺപേ തുടങ്ങിയ കമ്പനികളാണ് പ്രധാനമായും സൗണ്ട് ബോക്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ജിയോ ഫിനാൻഷ്യൽ സർവീസും അതിൻ്റെ സൗണ്ട് ബോക്സ് സർവീസിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് 8 മുതൽ 9 മാസം മുമ്പേ ലോഞ്ച് ചെയ്തു കഴിഞ്ഞു. കൂടാതെ റിലയൻസിൻ്റെ റീറ്റെയിൽ സ്റ്റോറുകളിൽ ഈ സൗണ്ട് ബോക്സുകൾ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ജയ്പൂർ, ഇൻഡോർ, ലക്നൗ തുടങ്ങിയ നഗരങ്ങളിലും കമ്പനി സൗണ്ട് ബോക്സ് ലോഞ്ച് ചെയ്തു കഴിഞ്ഞു. സൗണ്ട് ബോക്സിന് ലഭിക്കുന്ന മികച്ച സ്വീകരണത്തെ തുടർന്ന് കമ്പനി റീറ്റെയിൽ സ്റ്റോറുകളിൽ സൗണ്ട് ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. സൗണ്ട് ബോക്സ് വഴിയുള്ള ബിസിനസ്സിനെ ഒരു ഫിക്സഡ് റവന്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റവന്യൂ ജനറേറ്റിംഗ് പ്രോസസ്സായിട്ടാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. കാരണം സൗണ്ട് ബോക്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾക്ക് ഈ സൗണ്ട് ബോക്സ് ഉപയോഗിക്കുന്ന വ്യാപാരികൾ നിശ്ചിത തുക ഒരു വാടകയായി നൽകേണ്ടതുണ്ട്. പേടിഎമ്മിൻ്റെ സൗണ്ട് ബോക്സ് ഉപയോഗിക്കുന്നവർക്ക് മാസം 125 രൂപയും ഫോൺപേയുടെ സൗണ്ട് ബോക്സ് ഉപയോഗിക്കുന്നവർ മാസം 49 രൂപയുമാണ് വാടക ഇനത്തിൽ നൽകുക. ജിയോ ഫിനാൻഷ്യൽ സർവീസ് കൂടി ഈ സെഗ്മെൻറ്റിലേക്ക് വരുന്നതോടുകൂടി ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ റവന്യൂ ഉയരും. ആൾറെഡി ഗൂഗിൾ പേയും ഈ സൗണ്ട് ബോക്സ് സെഗ്മെൻറ്റിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 20 മില്യണിലധികം ഇന്ത്യൻ മർച്ചൻസ് ആണ് സൗണ്ട് ബോക്സ് ഉപയോഗിക്കുന്നത്. ഈ സെഗ്മെൻറ്റിലെ ലീഡിംഗ് കമ്പനി പേടിഎമ്മും രണ്ടാമത്തെ കമ്പനി ഫോൺപേയുമാണ്. പക്ഷേ ജിയോ ഫിനാൻഷ്യൽ സർവീസ് കൂടി ഈ സെക്ടറിലേക്ക് ഇറങ്ങുന്നതോടുകൂടി മേജർ കമ്പനികളുടെ മാർക്കറ്റ് ഷെയർ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്ക് ആൾറെഡി 52 വീക്ക് ഹൈ റെസിസ്റ്റൻസിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് നൽകിയിരിക്കുന്ന ടാർഗറ്റും അല്ലെങ്കിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നതിനെക്കുറിച്ചുള്ള അവരുടെ ലെവൽസ് മനസ്സിലാക്കാം. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ആനന്ദ് റാട്ടിയുടെ അനലിസ്റ്റ് പറയുന്നത് സ്റ്റോക്ക് 325 രൂപയ്ക്കും 365 ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യും. 365 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസും 338 പ്രധാന സപ്പോർട്ടുമായി പ്രവർത്തിക്കും. DRS ഫിൻവെസ്റ്റ് എന്ന കമ്പനിയുടെ അനലിസ്റ്റ് പറയുന്നത് 380 രൂപയാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ടാർഗറ്റ്. 325 രൂപയ്ക്കടുത്ത് സ്റ്റോപ്പ് ലോസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ടിപ്സ് ടു ട്രേഡേഴ്സിൻ്റെ അനലിസ്റ്റ് പറയുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസിന് 370 രൂപയുടെ ടാർഗറ്റാണ്. 345 രൂപയാണ് പ്രധാന സപ്പോർട്ട്, അല്ലെങ്കിൽ 345 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 345 എന്ന സപ്പോർട്ട് മറികടക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 305 എന്ന ലെവലിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിൽ ഓരോ 50 രൂപ റേഞ്ചിലും ബ്രേക്കൗട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ആദ്യം സ്റ്റോക്ക് 250 ബ്രേക്കൗട്ട് നൽകി 300 വരെ എത്തി. പിന്നീട് 300 ബ്രേക്കൗട്ട് നൽകി ഇപ്പോൾ 350 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് റാലിക്ക് ശേഷം ബ്രേക്കൗട്ട് എന്ന രീതിയിൽ ഒരു അപ്വേർഡ് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.